ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പോറ്റിമാമൻ അവിടെ സന്തോഷിനെ പിടിച്ചിരുത്തി കല്യാണം കഴിഞ്ഞ ഭാര്യയെ എങ്ങനെ നിലയ്ക്ക് നിർത്താമെന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുക. പോറ്റിമാമൻ്റെ ഉപദേശം കേട്ട് ജോണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലേ മാമ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. അതവൻ നിന്നോട് പറഞ്ഞോ? ഞാൻ എൻ്റെ അനുഭവം വെച്ച് തോന്നിയത് പറഞ്ഞതാ. നിനക്കത് ഇപ്പോൾ അയ്യെന്ന് തോന്നിയാലും പിന്നെ മനസ്സിലാവും എന്ന് പോറ്റിമാമൻ പറയുമ്പോഴേക്കും സന്തോഷിൻ്റെ ചേട്ടത്തി റാണി അവിടെ സിറ്റൗട്ടിൽ വന്ന് വാതിലും ചാരി നിൽപ്പുണ്ട്. സന്തോഷിൻ്റെ ചേട്ടനോടും താൻ ഈ കാര്യം പറഞ്ഞതാ. അന്ന് അവനത് കേട്ടില്ല. ഇപ്പോൾ കുട്ടിയുമില്ല കുറുവാലുമില്ല, ദാ ഒരുത്തി അവനെയും ഭരിച്ചോണ്ട് നടക്കുന്നു എന്ന് റാണിയെ നോക്കി പറയുന്നുണ്ട് പോറ്റിമാമൻ. പോറ്റിമാമനെ റാണി ദഹിപ്പിക്കണ നോട്ടം നോക്കണ കണ്ട് പോറ്റിമാമൻ അവിടെ നിന്നിട്ട് തൻ്റെ കേടായ മൊബൈലും കൊത്തിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. റാണിയാണേൽ സന്തോഷിൻ്റെ അടുത്ത് ചെന്നിരുന്ന് എന്താടാ എടങ്കോല് നിന്റെ ചെവി കടിച്ച് പറിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല ഏട്ടത്തി. അല്ലെങ്കിലും പുള്ളി പറയണതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. കണ്ടാല് ആ പഞ്ചായത്ത് തന്നെ കരിയണ വിഷജന്തുവാ. കൂടെ പഴനിക്ക് ശബരിമലയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കാവിയും കറുപ്പും ഇട്ടിട്ടുള്ള ഒരു ഷോയും. ഫുള്ള് ഉടായ്പ പാക്കേജാ എന്ന് റാണി പറയണ കേട്ട് അതെല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാമെന്ന് പുള്ളിക്ക് മാത്രം അറിയില്ല എന്ന് സന്തോഷം പറയാ. എടാ മറ്റേ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആയിരുന്നോ? ആനന്ദേട്ടൻ്റെ അടുത്തും ഇതുപോലെ കുറേ ഓതിയതാ. ഞങ്ങൾ തെറ്റിക്കാനും കുറേ പണിയെടുത്തതാ, ഒന്നും ഏറ്റില്ല എന്ന് റാണി പറയുമ്പോൾ കാണുമ്പോൾ പുള്ളി എന്ത് പാവല്ലേ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. സംസാരിക്കുന്ന വിധമൊക്കെ കേട്ടാ അയ്യോ പാവം, ഇതുപോലൊരു വൃത്തി കെട്ടവൻ. ഇങ്ങൾക്ക് കൂടുതൽ ചെവിയൊന്നും കൊടുക്കണ്ട കേട്ടോ സന്തോഷേ. വളഞ്ഞു കുത്തിയിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിൽ മൊത്തം കുത്തിത്തിരിപ്പാ എന്ന് റാണി പറയുമ്പോഴേക്കും വാതിലിന് പുറകിൽ നിന്ന് നമ്മുടെ പോറ്റിമാമൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നോക്കിക്കോ, ഗതി കെട്ടാൻ ഞാൻ വല്ല എലിവിഷും കലക്കി കൊടുക്കും അങ്ങേർക്ക് എന്ന് റാണി പറയുമ്പോഴേക്കും ഇത് അതിലൊന്നും തീരുന്ന ഇനമല്ല ഏട്ടത്തി എന്ന് സന്തോഷ് പറയണ കേട്ട് എന്നെ ആയിരിക്കോ? ആയിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പോറ്റിമാമൻ അവിടെ നിൽപ്പുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധയും മഹേഷും വല്യമാമയും ലില്ലിമാമയും ഒക്കെ തളത്തിലിരിക്കുമ്പോൾ വല്യമാമയുടെ മോൾ വീണയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാ വിളിച്ചെന്ന് മനസ്സിലാവാത്ത വീണ എന്താടി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മിണ്ടാതെ ചിരിച്ചോണ്ട് നിൽക്കുക. അപ്പോഴാണ് വല്യമാമയുടെ മക്കളായ റജിയും ജിജിയും കൂടി ഒരു ഗോൾഡ് റിങ് അവൾക്ക് സമ്മാനമായി കൊടുക്കുന്നത്. ഇതിനൊക്കെ ഒത്തിരി വിലയാവില്ലേ? എടാ ജിജി, നീ ഇപ്പോൾ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. ഇതൊക്കെ വാങ്ങണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാവണം. ഇത് നിങ്ങൾ തന്നെ കൈവെക്കെന്ന് പറഞ്ഞ് വീണ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവരത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. വല്യമാമയും അപ്പോൾ നീ അത് വാങ്ങിച്ചേ ഒക്കൂ എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. ഇവരിങ്ങനെയൊരു പ്ലാനിട്ട കാര്യം സത്യത്തിൽ ഞാൻ പോലും അറിഞ്ഞില്ലെന്ന് വല്യമാമ പറയുമ്പോൾ വീണ ചെന്ന് വല്യമാമയുടെ അടുത്തിരിക്കുക. മക്കളെക്കുറിച്ചോർത്ത് അഭിമാനം തോന്നുന്നുവെന്ന് വല്യമാമ പറയുക. ഇവർക്ക് ഇങ്ങനൊരെണ്ണം കുഞ്ഞിക്ക് വാങ്ങിത്തരണമെന്ന് തോന്നിയല്ലോ. ഇതിൽ അവരുടെ സ്നേഹമുണ്ട്, ഇത് കുഞ്ഞി വാങ്ങണം. എന്നിട്ട് മഹേഷിനും രാധയ്ക്കും ആ റിങ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് വല്യമാമ. ഡിസൈൻ കൊള്ളാമോ, തൂക്കമുണ്ടോന്നൊക്കെ അവരൊന്ന് നോക്കട്ടെ എന്ന് വല്യമാമ പറയുമ്പോൾ കുഞ്ഞി വല്യമാമയുടെ അടുത്തുനിന്ന് എണീറ്റ് മഹേഷിനും രാധയ്ക്കും ആ ഗോൾഡ് റിങ് കാണിക്കുക. രാധ അത് നോക്കി പെട്ടെന്ന് തന്നെ ഓൾഡ് ഫാഷനാന്ന് പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് അവിടെ എണീറ്റ് പോവുക. ഇത് കണ്ട് വല്യമാമയും കുടുംബവും വല്ലാതാവുന്നുണ്ടെങ്കിലും കുഞ്ഞി ആ റിങ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കണ കണ്ട് അവർക്കും സന്തോഷാവുക. പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് പാൽക്കാരൻ തമ്പി വീണ വിളിച്ചതനുസരിച്ച് വരുന്നുണ്ട്. മുറ്റത്ത് നിൽക്കുന്ന തമ്പിച്ചേട്ടനെ കണ്ട് വീണ അടുത്തേക്ക് ചെന്ന് അകത്തേക്ക് കയറാത്തത് എന്താന്ന് ചോദിക്കുമ്പോൾ ഇതിലൂടെ കയറിയ മോളുടെ രാധച്ചിക്ക് ഇഷ്ടാവില്ലെന്ന് അയാൾ പറയുന്നുണ്ട്. അന്നൊരു ദിവസം കറന്നെടുത്ത പാലുമായി മുന്നിലൂടെ കയറാൻ വന്ന തമ്പിച്ചേട്ടന് രാധ നല്ല വഴക്ക് കൊടുത്തതോർത്താണ് അയാൾ ഈ പറയുന്നത്. അതെല്ലാം പോട്ടെ എന്ന് വീണ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് തമ്പി പറയാ. വീണ വീണ്ടും നിർബന്ധിക്കുമ്പോൾ അയാൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഡൈനിങ് ഹാളിലെ മാലയിട്ട് വെച്ച ടീച്ചറമ്മയുടെ ഫോട്ടോക്കരികിലേക്ക് തമ്പി എത്തുമ്പോഴേക്കും എതിരെ വരുന്ന രാധ ദഹിപ്പിക്കുന്ന നോട്ടവുമായി തമ്പിയെ പേടിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന വല്യമാമ ആരും തമ്പിയെ പേടിപ്പിക്കൊന്നും വേണ്ട, ആ കാലമൊക്കെ മാറി. എല്ലാവരെയും മനുഷ്യനായി കണ്ട് ബഹുമാനിക്കാൻ ആദ്യം പഠിക്കണം, പത്രാസ് കാണിക്കലൊക്കെ പിന്നെ മതി എന്നൊക്കെ വല്യമാമ രാധയെ വഴക്കു പറയുമ്പോൾ തന്നെ കൊച്ചാക്കാനല്ലേ ഇയാളെ ഇപ്പോൾ വിളിച്ചതെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. കാലം ഇപ്പോഴും മാറാത്തവരെ ആരും കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകളുടെ മുന്നിൽ അവര് തീരെ കൊച്ചായിട്ട് തന്നെ ഇരിക്കുന്നത് എന്ന് വല്യമാമ അർത്ഥം വെച്ച് പറയുമ്പോൾ രാധ അയാളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുക. തമ്പിയോട് ഇരിക്കാൻ പറഞ്ഞ് വല്യമാമ ചായ എടുക്കാനായി വീണയോട് പറയുക. ടീച്ചറമ്മയുടെ ഫോട്ടോയിലേക്ക് തമ്പി ബഹുമാനത്തോടെ നോക്കുന്നുണ്ട്. അപ്പോഴാണേൽ അടച്ചിട്ട റൂമിൽ കട്ടിലിരിക്കുന്ന ടീച്ചറമ്മ താഴെ നടക്കുന്ന ബഹളങ്ങൾ കേട്ട് ചെവി വട്ടം പിടിച്ചിരിപ്പുണ്ട്.
കല്യാണത്തിന് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ച കൂട്ടത്തിൽ വീണ തമ്പിക്ക് ഒരെണ്ണം വാങ്ങിയിരുന്നു. ചായ കൊടുത്തു കഴിഞ്ഞ് കൂടെ ആ ഡ്രസ്സും തമ്പിക്ക് അവൾ സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട്. അത് അയാൾക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. തമ്പി ഓർത്തല്ലോ മോളെ, കോടി പുണ്യം കിട്ടും. ഞാൻ എത്രയോ കൊല്ലമായി എത്രയോ വീടുകളിൽ കറവ പണി ചെയ്യുന്നു. കറവക്കാരൻ എന്നതിലപ്പുറം ഒരു സ്ഥാനവും എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇത് നിങ്ങൾ സ്വന്തക്കാരാണെന്ന് കരുതി ഇങ്ങനെ തുണിയൊക്കെ തരുമ്പോൾ തമ്പി എന്തോ ആയതുപോലെ തോന്നുക. തമ്പി ഇതെടുത്ത് കല്യാണത്തിന് ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞ് വീണയുടെ കൈ പിടിച്ചോണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ ഉലച്ചിലുകൾ ഉണ്ടാവും മോളെ. പക്ഷേ നീ ഒരിക്കലും തോറ്റുപോവില്ല. നീ വന്ന വഴികളും കണ്ട മനുഷ്യരെയും നീ മറന്നുപോയിട്ടില്ല മോളെ എന്നയാൾ സ്നേഹത്തോടെ പറയുമ്പോൾ വീണ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുക. വീണയുടെ തലയിൽ കൈവച്ച് നന്നായി വരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തമ്പി അവിടുന്ന് പോവുക. റൂമിൽ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുന്ന മഹേഷിന്റെ അടുത്ത് രേണു വന്നിട്ട്, ഞാൻ ഇന്നലെ അച്ഛനോടും അമ്മയോടും നാളെ കോവിലിൽ വന്നാൽ മതിയെന്നാ പറഞ്ഞത്. ഇന്നിപ്പോൾ മാധവും കസിൻസും ഒക്കെ വരുന്നുണ്ട്, അവരെ കൂടി വിളിച്ചാലോ എന്ന് രേണു ചോദിക്കുമ്പോൾ, നിന്റെ വ്ളോഗിന് ആളെ കൂട്ടാനല്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. ചൊറിയാൻ നിൽക്കാതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയേ എന്ന് രേണു പറയുമ്പോൾ, ഇന്ന് എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ മുന്നിലുണ്ടാവും എന്ന് മഹേഷ് ആക്റ്റീവായി പറയുമ്പോൾ, വരുന്ന എൻ്റെ കസിൻസിൻ്റെ അടുത്ത് പോയി കുറുകാൻ നിൽക്കല്ലേ, എല്ലാം നല്ല ഒന്നിനൊന്ന് പെശക, വെറുതെ അവരുടെ കയ്യിലിരിക്കുന്നത് കൂടി മേടിച്ചു കൂട്ടാൻ നിൽക്കണ്ട എന്ന് രേണു അർത്ഥം വെച്ച് പറയുമ്പോൾ, എന്താ രേണു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മഹേഷും ചോദിക്കുക. അപ്പോഴാണ് രേണുവിന് അച്ഛൻ്റെ കോൾ വരുന്നത്. ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് രേണു ചോദിക്കുമ്പോൾ, നീയല്ലേ ഇന്നിറങ്ങണ്ട, നാളെ കോവിലിൽ കല്യാണത്തിന് വന്നാൽ മതിയെന്ന് പറഞ്ഞത്. ഇന്ന് വൈകിട്ടേ നമ്മുടെ മാധവും കസിൻസും എല്ലാവരും കൂടി വരുന്നുണ്ട് എന്ന് രേണു പറയുമ്പോൾ, അവരെയൊക്കെ കല്യാണത്തിന് വിളിച്ചോന്ന് അച്ഛൻ ചോദിക്കുക. കല്യാണത്തിനൊന്നുമല്ല, ഇന്ന് രാത്രി ഞാനൊരു ഹൽദി പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയ ചാനലിലെ ഞാൻ ഈ കല്യാണ പരിപാടി ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. പരിപാടി ഒന്ന് റീച്ചാക്കിയ ചാനലിന് നല്ല അത്യാവശ്യം റീച്ച് കിട്ടും. രേണു സന്തോഷത്തോടെ പറയണ കേട്ട്, അല്ലാതെ കല്യാണം കൂടാനല്ല ഞങ്ങളെ വിളിക്കുന്നത്, മാധവും നമ്മുടെ കസിൻസും കൂടി വന്ന് ഒരോളം ഉണ്ടാക്കിയിട്ട് അങ്ങ് പോവും എന്ന് രേണു വീണ്ടും പറയുമ്പോൾ, ഓ ആ ഓളം കൂടാനാണല്ലേ ഞങ്ങളെ വിളിക്കുന്നത്, ഞങ്ങൾ ഒന്നും കൊടുക്കാതെ തലേന്ന് കയറി വരുന്നത് മാനക്കേടല്ലേ എന്നയാൾ ടെൻഷനോടെ ചോദിക്കുമ്പോൾ, വേണ്ടാന്ന് പറയുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ അച്ഛന് പറ്റുന്നില്ലല്ലേ, അച്ഛൻ അച്ഛൻ്റെതായിട്ടുള്ളൊരു വിലയും നിലയും ഇല്ലേ മക്കളെ എന്നയാൾ പറയണ കേട്ട്, എന്നാ ഒരു കാര്യം ചെയ്യേ, ആ വില നിലയും വെച്ച് അച്ഛൻ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നോ, ഇങ്ങോട്ട് വരണ്ട എന്ന് രേണു വാശിയോടെ പറയുമ്പോൾ, അച്ഛൻ്റെ അടുത്ത് നീ ഇങ്ങനെയൊന്നും പറയരുത് എന്നയാൾ പറയുമ്പോഴേക്കും രേണുവിൻ്റെ അമ്മ വന്ന് ഫോൺ വാങ്ങി. അണ്ണൻ ഏത് ചടങ്ങിന് പോയാലും കനത്തിലെന്തേലും കൊടുക്കുന്നതല്ലേ, അതുകൊണ്ടാണ് മക്കളോട് ചോദിച്ചത്. നീ അതൊന്നും കാര്യക്കണ്ട, അതങ്ങ് വിട്ടുകളാ, ഞാനും അണ്ണനും നേരത്തെ തന്നെ എത്തിക്കോളാം, മക്കൾ സമാധാനമായിരി എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുമ്പോൾ അവൾ കോൾ കട്ട് ചെയ്യുക. അവളാണെങ്കിൽ സന്തോഷത്തോടെ, മഹേഷേട്ട അച്ഛനും അമ്മയും വരും എന്ന് പറയണ കേട്ട്, എന്നാ നിന്നെ പേടിച്ചിട്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവിടെ ഇരുന്ന് ഒരേ ചിരി. ഇത് കണ്ട് രേണു ദേഷ്യത്തോടെ അവനെ നോക്കി, അതിനെന്തിനാ കിണിക്കുന്നേ, വിളച്ചിലെടുക്കല്ലേ, ഉടായിപ്പെടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് ഹൽദിക്കിനി എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ, മറ്റേ ഡാൻസറെ വിളിച്ചോന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് മഹേഷിൻ്റെ കോഴി സ്വഭാവം ഓർത്ത് രേണു ഒച്ച വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു വന്ന് നമ്പർ ട്രേസ് ചെയ്യാൻ കൊടുത്ത ജാവേദ് വിഷ്ണുവിനെ വിളിക്കുന്നതാണ്. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വിഷ്ണു ആ കോൾ എടുക്കുന്നുണ്ട്. സാറ് പറഞ്ഞ ആ കൃഷ്ണചന്ദ്രനില്ലേ, പുള്ളി തമിഴ്നാട്ടിലെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലേക്കാ അന്ന് ചിറയൂരിൽ നിന്ന് വിളിച്ചത്. ഹോസ്പിറ്റൽ കോവിൽപ്പെട്ടിക്കടുത്താ എന്ന് ജാവേദ് പറയുമ്പോഴേക്കും ഞാൻ കുറച്ച് ആലോചിച്ചപ്പോഴാണ് ഈ കൃഷ്ണചന്ദ്രനെ എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ജാവേദ് പേര് പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല പരിചയം തോന്നിയിരുന്നു, പക്ഷേ അന്നേരം കിട്ടിയില്ലായിരുന്നു. ഇയാൾ നമ്മുടെ പഞ്ചായത്തിൽ RTI കൊടുത്ത് എൻ്റെ മദറിൻലായുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നോക്കിയിരുന്നു. ആള് മെൻ്റലി ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ തന്നെയാണ് അന്ന് പുള്ളിയെ ഓട്ടോയിൽ കയറ്റി വിട്ടത് എന്ന് വിഷ്ണു പറയുമ്പോൾ, കുറച്ച് ദിവസം പുള്ളിയുടെ കോണ്ടാക്ട് ഡീപ്പായി വാച്ച് ചെയ്യാം എന്ന് ജാവേദ് പറയണ കേട്ട്, സിസ്റ്ററിലോയുടെ മാരേജ് നാളെയാ, അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. എന്ന പരിപാടി നടക്കട്ടെ സാർ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ സാറിനെ വിളിച്ചറിയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ജാവേദ് ഫോൺ വയ്ക്കുക. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന വീണയോട് ലിലിമാമി, ഇന്ന് നീ പണിയൊന്നും എടുക്കണ്ടെന്ന് പറയുന്നതാണ്. ഇത് കേൾക്കുന്ന വീണ, അമ്മ എപ്പോഴും പറയും അടുക്കളയെന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫാണെന്ന്. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അടുക്കളയിൽ കയറി 2 പാത്രം കഴുകിയ അതങ്ങ് മാറും. നല്ലൊരു കറി വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും വലുതല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ, ആണുങ്ങൾ ഈ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നിടത്താ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം നോക്കിയാൽ പോരെ ലില്ലിമാമി, ആണുങ്ങൾക്ക് ടെൻഷൻ അകറ്റാൻ ഒറ്റ വഴി അറിയൂ, അതാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതല്ല താനും എന്നൊക്കെ വീണ ലില്ലിമാമിയോട് പറയുമ്പോഴേക്കും
ഡ്രസ്സൊക്കെ മാറി അണിഞ്ഞൊരുങ്ങി രേണു അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വീണയെ നോക്കിക്കൊണ്ട് കല്യാണ പെണ്ണൊക്കെ 1 മാസം മുന്നേ സ്കിൻ കെയർ തുടങ്ങണം. ഇവിടെ നാത്തൂൻ കല്യാണ തലേന്ന് അടുക്കളയിൽ കിടന്ന് പൂണ്ട് വിളയാടല്ലേ. അത്യാവശ്യം ഫേഷ്യൽ പരിപാടിയൊക്കെ ഞാൻ വേണേ ചെയ്തു തരാമെന്നൊന്ന് പറഞ്ഞു നോക്കെന്ന് വല്യമ്മയുടെ മോളോട് രേണു പറയാ. അല്ലെങ്കിലേ എൻ്റെ വിഷ്വൽസിൽ കല്യാണ പെണ്ണ് ഒരുമാതിരി നത്തുപോലെ ഇരിക്കും. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന വീണ രേണുവിൻ്റെ അടുത്ത് ചെന്ന്, ഇല്ലാത്ത സൗന്ദര്യമൊന്നും എനിക്കുണ്ടാക്കി കാണിക്കല്ലേ ഏട്ടത്തി. എനിക്കിതൊക്കെ മതിയെങ്കിൽ മതി, അല്ലാതെ പോരാന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് രേണു പറയുമ്പോഴേക്കും രാധയും റെഡിയായി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് സാധാരണ വേഷത്തിൽ തന്നെ നിൽക്കണ വീണയെ കണ്ട്, ആഹാ, ഇന്ന് നീ അടുക്കളയിൽ കയറി ഷോ തുടങ്ങിയോ? കല്യാണ തലേന്നേ ആൾക്കാർ വരുമ്പോൾ കല്യാണ പെണ്ണ് അടുക്കളയിൽ കയറി പണിയെടുക്കാന്ന് പറയാലോ. പിന്നെ ഈ വീട്ടിലുള്ള നമ്മളെക്കുറിച്ച് നല്ല മോശം ഇമേജ് ഉണ്ടാക്കുകയും ചെയ്യാം. കാഞ്ഞ ബുദ്ധി തന്നെ നിനക്ക് എന്ന് വീണയോടായി പറയുമ്പോൾ ലില്ലിമാമി അവളെ വഴക്കു പറയുന്നുണ്ട്. അതെന്ത് വർത്താനാരാതെ, അങ്ങനൊന്നും പറയരുത്. നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള കൊച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലില്ലിമാമി പറഞ്ഞ പോലെ നാളെ ഇറങ്ങിപ്പോവാനുള്ള കൊച്ചായതുകൊണ്ട് ഞാൻ പറയുക, പുതിയ വീടും വീട്ടുകാരുവാ. ഇവിടുത്തെ പോലുള്ള ചാടിത്തുള്ളലൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഭർത്താവിൻ്റെ വീട്ടുകാർ പറയണ കേട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം എന്ന് രാധേച്ചി ഉപദേശിക്കണ കേട്ട് വീണ കളിയാക്കിക്കൊണ്ട് രാധേച്ചിയെ പോലെ അല്ലേ എന്ന് ചോദിക്കുക. ആകെ നാണം കെടുന്ന രാധ വിഷയം മാറ്റി, നീ എന്താ പറഞ്ഞേ? അത്യാവശ്യം പാചകമൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ പയ്യൻ്റെ വീട്ടുകാരെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുക. ആരെ പറ്റിക്കാനാ ചേച്ചി ഇതൊക്കെ എന്നോട് പറയുന്നത്? എനിക്ക് അത്യാവശ്യം പാചകമൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് ഏതായാലും പായസമൊന്നും ആവില്ല. ഉപ്പുമാവ് തന്നെയാവും എന്ന് ഒരിക്കൽ രാധ ഉപ്പുമാവ് ഉണ്ടാക്കി പായസമായതോർത്ത് വീണ പറയുമ്പോൾ രേണുവും തൻ്റെ ചിരി കടിച്ച് പിടിക്കുന്നുണ്ട്. അമ്മയുള്ളപ്പോൾ പഠിക്കുന്ന കാര്യം പറഞ്ഞ് തീരെ എന്നെ അടുക്കളയിൽ കയറാൻ സമ്മതിക്കാഞ്ഞിട്ടാ, അല്ലാതെ എനിക്ക് ഈ പണിയൊന്നും അറിഞ്ഞൂടാത്തോണ്ടല്ല എന്ന് വീണ രാധയെ കളിയാക്കി പറയുമ്പോൾ, നിനക്ക് ആരോ എന്തോ വലിയ ഭാവമാണെന്നൊക്കെയുണ്ട്. അത് നന്നാവില്ല കേട്ടോ, മാറ്റിയാ നിനക്ക് തന്നെയാ നല്ലത് എന്ന് രാധ വീണ്ടും ഒച്ച വയ്ക്കുമ്പോൾ ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണമെന്ന് കൊച്ചിലെ തന്നെ അമ്മേനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വീണ തിരിച്ചു പറയുമ്പോഴേക്കും കനി അങ്ങോട്ട് വന്ന്, സിബ്ലിങ്സ് ഒന്നുമില്ല, ഒറ്റയ്ക്ക് വളർന്ന ഞാൻ ഒരു അനിയത്തി ഉണ്ടാവുക, ചേച്ചി ഉണ്ടാവുക എന്നതൊക്കെ ഒരു ഭാഗ്യമാണെന്നാ. പക്ഷെ ഇവിടുത്തതൊക്കെ കാണുമ്പോൾ ഒറ്റയ്ക്കായി പോയത് നന്നായെന്ന് തോന്നും. ഇനി ഇടയ്ക്ക് വരുന്ന അതിഥി മാത്രമല്ലേ വീണ, അവള് കുറച്ചും കൂടി ഒരു മര്യാദ അർഹിക്കുന്നുണ്ട്. രാധേജിക്ക് മറ്റെന്തോ ഫ്രസ്ട്രേഷനാ. ബാക്കിയുള്ളവരുടെ തല അതിൽ കൊണ്ടുവിടാനുള്ള സ്ഥലമാണെന്ന് വിചാരിക്കരുത് എന്നുള്ള കനിയുടെ ഉപദേശം കൂടിയാവുമ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്ന രാധ, നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് രാധ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.